അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ നടപ്പിലാക്കുന്ന കടന്നുകയറ്റമാണ് ഈ വഖഫ്. പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ ആ ഒരു ബാങ്കിലുള്ള ആൾക്ക് പരിശോധിച്ചുകൊണ്ട് ഇത് വഖഫ് സംരക്ഷണത്തിനാണ് എന്നാണ്. ആ ബില്ല് പൂർണ്ണമായി പരിശോധിച്ചാൽ എവിടെയും വഖഫിന്റെ സംരക്ഷണം കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, പണ്ടുകാലത്ത് ഇവിടെയുള്ള നല്ല നല്ല മനുഷ്യർ, അവർ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, പല ഭരണാധികാരികളുണ്ട്, പലരുമുണ്ട്. കോഴിക്കോട് തന്നെ സാമൂതിരി രാജാവ് ഉൾപ്പെടെയുള്ള അവരുടെ പിൻഗണികളായി പിന്നീട് പ്രവർത്തിച്ച പല ജന്മിമാരുൾപ്പെടെയുള്ള ആളുകൾ, അവരൊക്കെ ആ പ്രദേശത്തിന്റെ മതമൈത്രി, അവിടുത്തെ സാമൂഹിക സാഹചര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് പള്ളികൾക്ക് വേണ്ടി, ചർച്ചുകൾക്ക് വേണ്ടിയൊക്കെ സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ പിന്നീട് ഇപ്പോ അതിന്റെ പിന്മുറക്കാരെന്നോ ഏതെങ്കിലും ഒരു ബന്ധുക്കാരെന്നോ ഏതെങ്കിലും ഒരു സംഘടനക്കാരെന്നോ എന്ന് പേര് പറഞ്ഞ് പരാതി കൊടുത്താൽ ഒരുപക്ഷെ അന്ന് ആ ജന്മി നൽകിയതിന്, ആ രാജാവ് നൽകിയതിനൊന്നും കൃത്യമായ രേഖകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിന്റെ ആധാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതൊക്കെ വഖഫ് സ്വത്തുക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ മാറ്റിയെടുക്കാമെന്ന രീതിയിലേക്കുള്ള ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. RSSന് കൃത്യമായ പ്ലാനുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങളിൽ, വലിയ സിറ്റികളിൽ ഇതുപോലെയുള്ള വഖഫ് ഭൂമികളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന പള്ളികളുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്ക് മുഴുവനും കണ്ണു നട്ടുകൊണ്ട് RSS ഉണ്ടാക്കുന്ന അതിഭീകരമായ വലിയ രീതിയിലുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് ഈ വഖഫ് ബില്ല്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബില്ലിനെ നഖശിഖാന്തം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നു. NDAയുടെ ഭാഗമായിട്ടുള്ള JDU എതിർക്കുന്നു, PDP എതിർക്കുന്നു, പല കക്ഷികൾ എതിർക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് ജനാധിപത്യ കക്ഷികളൊക്കെയും ഇത് മനസ്സിലാക്കുന്നു? എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഈ വഖഫ് ബില്ലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ക്രൂരമായ കൊലപാതകങ്ങളിലൂടെ, കലാപങ്ങളിലൂടെയൊക്കെയുള്ള വലിയ കൊള്ളയുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇത് കൃത്യമായ ഒരു നിയമമുണ്ടാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ വെച്ച് കൃത്യമായ ഒരു പ്ലാൻഡ് ലൂട്ടാണ് ഇവിടെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായ നിയമപരമായ എല്ലാ സാധ്യതയും കൊടുത്തുകൊണ്ട് ഒരു കൊള്ള ഇവിടെ എല്ലാവരുടെയും കൺമുന്നിലൂടെ ഈ വഖഫ് സ്വത്തുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇതിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ആളുകളുണ്ട്. ദൗർഭാഗ്യകരமான സാഹചര്യങ്ങൾ. കേരളത്തിലെ മുനമ്പത്തുള്ള വഖഫിന്റെ വിഷയവും ഈ വഖഫിന്റെ നിയമവും തമ്മിൽ ഗജഗജാന്തരം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടെ ഇവർ പറയുന്നു, ഒരു കേന്ദ്ര വഖഫ് ബില്ല് വന്നാൽ മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടുമെന്ന്. തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായിട്ടുള്ള ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നാട്ടിലെ മറ്റു സഹോദര സമുദായങ്ങൾ ഇവിടെ ഒരു നിയമം ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഉണ്ടായാൽ ആ കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കിയാൽ പിന്നീട് തൊട്ടടുത്ത ഭീഷണിയുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും ഇരയാവുക എന്നുള്ള ആ സാമാന്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വർഗീയതക്കെതിരെ, ഈ രാജ്യത്തെ ഭരണകൂട ഭീകരതക്കെതിരെ അതിശക്തമായി ഒന്നിച്ചു നിലകൊള്ളണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അത്തരം വിഷയത്തിൽ പറയുവാനുള്ളത്.